ഹലോ ഗൈസ്, നിങ്ങൾ നെല്ലാർച്ചാല പോയിട്ടുണ്ടോ? ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കും വരണമെങ്കിൽ ഞങ്ങളിവിടെ ഇങ്ങോട്ട് പോരും കേട്ടോ. നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ, നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ, വീടിൻ്റെ അടുത്തുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്കൊരു വികാരം തന്നെയാണല്ലേ. എത്ര തവണ പോയാലും നമുക്ക് മതിയാവാത്ത സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുകളിലെത്തി, കുന്നിൻ്റെ മുകളിലെത്തി. മൊട്ടക്കുന്നെന്നൊക്കെ പറയും നമ്മൾ. ഇവരാണെങ്കിൽ എൻ്റെ പുറത്തുനിന്ന് ഇറങ്ങുന്നേയില്ല. ലാസ്റ്റ് അവനോട് കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ പ്രകൃതി മനോഹരമായ സ്ഥലം, നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. നല്ല കാറ്റാണ്, നല്ല രസമായിരുന്നു. കുറേ നേരം വിദൂരതയിലേക്ക് നോക്കി കണ്ണും തട്ടിരിക്കണോലിരുന്നു. പിന്നെ കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് കരുതി. അവനാണെങ്കിൽ ഐസ്ക്രീം കിട്ടിയാൽ പിന്നെ കയ്യിൽ നിന്ന് വിടുകയില്ല. അതും കൈ പിടിച്ച് കുറച്ച് നേരം അങ്ങനെ നടന്നു. അങ്ങനെ നടന്നേറിക്കൊണ്ടിരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ കുറേ കാലികൾ അതാ പോണു. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് മെല്ലെ അവന് കുറച്ച് ഐസ്ക്രീമൊക്കെ കൊടുത്ത് ഒരു പൂവൊക്കെ പറിച്ച് നെല്ലാർച്ചാൽ പോയാൽ നമ്മൾ മെയിനായിട്ട് ആമ്പലാണല്ലോ പറിക്കാറ്. അങ്ങനെ വൈകിട്ടായി. നല്ല സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അങ്ങ് പോന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു തട്ടുകടയിലോ ഒരു മോരും വെള്ളം കുടിക്കാമെന്ന് കരുതി ഞങ്ങൾ മോര് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് മോരും വെള്ളം വേണ്ട. പിന്നെ അങ്ങനെ അവനൊരു മുട്ട ബജ്ജിയൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ സ്കൂട്ടായി. അങ്ങനെ സ്കൂട്ടറിലും കയറി. അവനാണെങ്കിൽ മുന്നിന്ന് മാറുന്നേയില്ല. ഇവനാണെങ്കിൽ ഭയങ്കരം ഈ നമ്മുടെ താക്കോല് വലിഞ്ഞൂരിലാണ് പരിപാടി. നല്ല വാഗമരമൊക്കെ പൂത്തുക്കുന്നതാണ്, എന്ത് ഭംഗിയാലേ. അങ്ങനെ ഞങ്ങൾ ഒന്ന് തിരിച്ചു പോന്നു. അങ്ങനെ വീടെത്താനായി. ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.